ഇന്ന് നമ്മൾ സക്കാമോട്ടോ ഡേയ്സിന്റെ 3, 4, 5 എപ്പിസോഡാണ് ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ 1 വർഷം ആകാൻ പോവാണ്. അതിനു മുമ്പ് ഒരു 1K അടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കണം. സക്കാമോട്ടോ ഡേയ്സിന്റെ 3ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സക്കാമോട്ടോന്റെ കടയിൽ ലൂവും ജോലി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പക്ഷെ അവളാണെങ്കിൽ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതിന് ഷിന്ന അവള് വഴക്കെല്ലാം പറയുകയാണ്. അവൾക്ക് സാധനങ്ങൾ പോലും മര്യാദയ്ക്ക് വെക്കാൻ വേണ്ടി അറിയില്ല. എന്നിട്ട് പറയാണ് കസ്റ്റമറിന്റെ എന്താ വേണ്ട അത് അവരെടുത്തോളുന്നു. ഇത് കേട്ടിട്ട് ഷിന്നയാണെങ്കിൽ ദേഷ്യം വരുവാണ്. നീ ഇതുവരെയായിട്ട് ഒരു ജോലി പോലും ചെയ്തിട്ടില്ലേ? അതിന് ലൂ പറയാണ് ഞാൻ എൻ്റെ അച്ഛനെ സഹായിക്കുമായിരുന്നു. ഒരു വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കുറെ സാധനങ്ങൾ കൊണ്ടിട്ടിട്ട്. പക്ഷെ ആ ചാക്കുകൾ എന്താന്ന് എനിക്കൊന്നും അറിയില്ല. ചിന്ന സക്കമോട്ടോയോട് പറയാണ് നമുക്ക് ഈ പെണ്ണിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇവള് മര്യാദയ്ക്ക് ഒരു ജോലിയും ചെയ്യുന്നില്ല. സക്കമോട്ടോ രണ്ടുപേരെ ശാന്തനാക്കിക്കൊണ്ട് പറയാണ് ഷിൻ നീ കുറച്ച് ശാന്തനായിട്ട് പെരുമാറ. പിന്നെ ലൂ നീ വൈകി വന്നുകൊണ്ട് മാപ്പൊക്കെ ഒന്ന് ചോദിക്കുക. ഇത് കേട്ടിട്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. കാരണം സക്കമോട്ടോ ഇത്രയ്ക്കൊന്നും സംസാരിക്കില്ലായിരുന്നു. സംസാരിക്കുന്നവരുടെ സക്കമോട്ടോ ഇത്ര ചിന്തിക്കുക പോലുമില്ല. ഷിന്നിന് സംശയമാവുകയാണ്. സക്കമോട്ടോ കുറച്ച് മാറ്റമുള്ള പോലെയാണ് അവന് തോന്നുന്നത്. വാതിൽ പറഞ്ഞിട്ട് വേറൊരു സക്കമോട്ടോ വരുന്നു. അത് കണ്ടിട്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. രണ്ടാമത്തെ സക്കാമോട്ടോ ആണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് ആ കസേരയിൽ പോയിരുന്ന് പത്രം വായിക്കുവാണ്. അപ്പൊ ഇതാണ് ശരിക്കും സക്കാമോട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് സക്കാമോട്ടോ അവനെ വന്ന് കുത്താൻ വേണ്ടി നോക്കുവാണ്. ഒറിജിനൽ സക്കാമോട്ടോ അതിൽ നിന്ന് രക്ഷപ്പെടുവാണ്. എന്നിട്ട് ഒറിജിനൽ സക്കാമോട്ടോ ഒരു കത്തി എടുത്ത് ഡ്യൂപ്ലിക്കേറ്റിന്റെ കഴുത്തിന്റെ അവിടെ വെക്കുവാണ്. രണ്ടുപേരും അവരുടെ ആയുധം തിരിച്ചെടുക്കുവാണ്. ഒരു സക്കാമോട്ടോ പറയുന്നു കുറെ നാളായല്ലോ കണ്ടിട്ട് നഗോമോ. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സക്കാമോട്ടോ അവന്റെ ശരിക്കും രൂപത്തിലോട് വരുവാണ്. അവന്റെ പേരാണ് നഗോമോ. ഇവന്റെ എബിലിറ്റി എന്താണെന്നാൽ ഇവന് 6 രൂപ എടുക്കാൻ വേണ്ടി പറ്റും. ഷിന്നിനാണെങ്കിൽ അവന്റെ മനസ്സ് വായിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നാഗോമോ ഇവർ രണ്ടുപേരും പറ്റിച്ചതിനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർക്ക് ദേഷ്യം വന്നിട്ട് അവന്റെ തലക്കിട്ട് ഒരു അടി വെച്ച് കൊടുക്കുവാണ്. നാഗോമോ പറയാണ് ഞാൻ ഈ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ സക്കാമോട്ടോന്റെ കൂട്ടുകാരനാണ്. അവന് 18 വയസ്സാണ്. അവരുടെ മുമ്പിലാണ് ഒരു സൂപ്പർ മാർക്കറ്റ് ഇല്ലതാനും. സക്കാമോട്ടോ പറയാണ് ഇവൻ ഒരു ഹിറ്റ്മാൻ ആണ്. ഇവൻ എന്റെ കൂടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവന് 27 വയസ്സാണ്. അവനാണെങ്കിൽ ലൂവിനോട് ഷിന്നയോട് കള്ളം പറഞ്ഞതാണ്. അവര് പിന്നെ അവനെ അടിച്ചിട്ട് ഒരു കസേരയിൽ കെട്ടിയിടുവാണ്. അവൻ പറയാണ് സക്കാമോട്ടോന്റെ തലയ്ക്ക് സമ്മാനം വെച്ചിരിക്കുകയാണ്. 1 മില്യൺ ആണ്. ഷിന്നിനും ലൂവിനും അത് കള്ളമായിട്ടാണ് തോന്നിയത്. അപ്പൊ അവൻ പറയുന്നത് ഇത് സത്യമാണ്. അത് ഇന്നലെയായിരുന്നു തീരുമാനിച്ചത്. ജെന്റെ അർത്ഥം ജാപ്പനീസ് അസോസിയേഷൻ ഓഫ് അസോസിയൻ എന്നാണ്. നാഗോമോ പറയാണ് സമ്മാനത്തെ പറ്റി കുറച്ച് പേർക്ക് അറിയുള്ളൂ. പക്ഷേ ഇത് നാളെ ആകുമ്പോഴേക്കും എല്ലാവരും അറിയും. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു പിസയും കൊണ്ട് ഒരാൾ വരുവാണ്. അപ്പോ ഷിന്ന അവന്റെ മനസ്സ് വായിക്കുന്നു. അവൻ സക്കാമോട്ടോനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് വന്നത്. ഇവൻ ഒരു ഹിറ്റ്മാൻ ആണ്. ഇവന്റെ പേര് പിസ നാക്കാജിമ എന്നാണ്. അവൻ നാഗോമോന്റെ കഴുത്തിൽ കട്ടർ വെച്ചിട്ട് അവനെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുവാണ്. നേരെ സക്കാമോട്ടോയും ലൂവും ഇങ്ങനെ സന്തോഷത്തിൽ പിസയെല്ലാം തിന്നുവാണ്. അവരാണെങ്കിൽ അവനെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലായിരുന്നു. നാഗോമോ അവന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവന്റെ പുറകെ വന്ന് കഴുത്ത് തിരിച്ചോടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സക്കാമോട്ടോ പറയുന്നു അങ്ങനെയൊന്നും ചെയ്യില്ല. നാഗോമോ സക്കാമോട്ടോന്റെ ആരെയും കൊല്ലുക എന്നുള്ള റൂളിനെ പറ്റി കളിയാക്കുവാണ്. ഇവൻ കുറച്ച് വീക്കായതുകൊണ്ടാണ്. പക്ഷെ കുറച്ചുകൂടി പവർ ഉള്ളവർ വന്ന് സക്കാമോട്ടോ എന്ത് ചെയ്യും? എന്നിട്ട് അവൻ പറയാണ് ഞാൻ തമാശ പറഞ്ഞാന്ന്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഇതിൽ ഇടപെടില്ല. നാഗോമോ ദ ഓർഡർ എന്ന പേരുള്ള ഗ്രൂപ്പിലെ ഭാഗമാണ്. അവര് മറ്റ് ഹിറ്റ്മാൻമാരെ തീർക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. സക്കാമോട്ടോ ഇതിലൊരു മെമ്പർ ആയിരുന്നു. അവൻ ഇവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ സക്കാമോട്ടോ ചോദിക്കുകയാണ് എന്നെ ആരെങ്കിലും കൊന്നിട്ട് എന്താണ് കിട്ടുക? ആയില്ല, നമുക്ക് നമ്മുടെ മിഷൻ മാത്രം കംപ്ലീറ്റ് ആക്കിയാൽ മതി. നിങ്ങളാണെങ്കിൽ റിട്ടയർഡ് ആയിട്ട് വരെ കുറെ മാഫിയക്കാരെ എല്ലാം അടിച്ചിടുന്നുണ്ടല്ലോ. ഈ പിസക്കാരൻ നൂബായിരുന്നു. പക്ഷെ ഇതിലും ശക്തിയുള്ളവർ ഇനിയും സക്കമോട്ടോന്റെ പുറകിൽ വരും. നാഗുമോ പിസക്കാരനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഷിൻ അവന്റെ പുറകെ പോയപ്പോ അവനെ കാണാനില്ല. ഷിൻ ചിന്തിക്കുവാണ് അവനെന്തോ ഞങ്ങളുടെ സൈഡിലായിരുന്നോ? ആ പിസ്സ ബോക്സിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് കുറച്ച് ഹിറ്റ്മാൻമാരെ അവരെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഈ ഗ്രൂപ്പിന്റെ പേര് ഡൊണ്ടൻ കായ് എന്നാണ്. ഈ തടിച്ചവന്റെ തലയിൽ 1 ബില്യൺ പൈസയോ? ഇവനെക്കെട്ടും അപകടകാരിയായ നാഗുമനെയാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ സക്കമോട്ടോനെ കുറച്ച് കാണാൻ പാടില്ല. എന്തായാലും അവൻ ഓർഡർ ഗ്രൂപ്പിന്റെ അംഗമല്ലായിരുന്നോ? ഓർഡർ ഗ്രൂപ്പ് എന്ന് വെച്ചത് ഒരു എപ്പോഴും എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കഥ പോലെയാണ്. അങ്ങനത്തെ ഗ്രൂപ്പ് ഒന്നും ശരിക്കും ഇല്ല. സക്കമോട്ടോ റിട്ടയർഡ് ആയിട്ട് 5 വർഷമായി. അവനെ കൊല്ലാൻ ഇപ്പൊ എളുപ്പമായിരിക്കും. സക്കമോട്ടോ അവരെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറയാണ് നിങ്ങൾ ഇനി എന്റെ പുറകെ കാണുന്ന നരകം ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഇത്രയും പറഞ്ഞ് സക്കമോട്ടോ ആ ക്യാമറ രണ്ടുപേരെ വെടിവെക്കുവാണ്. ഷിന്നും സക്കമോട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ആൾ ഒളിച്ച് താമസിക്കേണ്ടി വരും. അപ്പൊ അങ്ങോട്ടേക്ക് സക്കമോട്ടോന്റെ വൈഫും മോളും വരുവാണ്. നാളേക്ക് വേണ്ടിയിട്ട് അവർ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ സക്കമോട്ടോയ്ക്ക് ഓർമ്മ വരുവാണ് അവർക്ക് നാളെ തീം പാർക്കിലോട്ട് പോകണമെന്ന്. അടുത്ത ദിവസം ഇവര് പാർക്കിലോട്ട് പോവാണ്. എന്നിട്ട് ഓരോരോ റൈഡിൽ കയറിയിരിക്കുവാണ്. സക്കമോട്ടോയ്ക്ക് ലോലിനും ഓരോ റൈഡിൽ കയറാൻ പേടിയായിരുന്നു. സക്കമോട്ടോന്റെ മോള് പറയാണ് ഈ പാർക്ക് ഭയങ്കര വലുതാണ്. ഇവിടെ ഷുഗർ ബണി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ചുറ്റിക്കറങ്ങാൻ പോവാണ്. സക്കമോട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. കാരണം ഇങ്ങോട്ട് ആരെങ്കിലും വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ലൂവിനോട് പറയാണ് ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി എന്തെന്ന് വെച്ചാൽ സക്കമോട്ടോന്റെ ഫാമിലിനെ സുരക്ഷിതമായിട്ട് വെക്കണം എന്നതാണ്. അവർ മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൂ ചോദിക്കുകയാണ് ഇതിൽ കുറെ പേരുണ്ടല്ലോ, ഇതിൽ ശത്രുക്കൾ ആരാന്ന് ഇങ്ങനെ മനസ്സിലാക്കുക? ഷിന്നു പറയുന്നു നമ്മുടെ അടുത്ത് ഇപ്പൊ ആരും എനിമിയില്ല. 30 മീറ്ററിന്റെ റേഡിയസിലുള്ള ആൾക്കാരുടെ മനസ്സല്ല എനിക്ക് വായിക്കാൻ വേണ്ടി പറ്റും. ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടി വന്നാൽ അവരെ പറ്റി ഞാൻ നേരത്തെ അറിയും. ലൂ ചോദിക്കുകയാണ് നീ എന്റെ മനസ്സ് വായിക്കൂലായിരുന്നോടാ? ഷിന്നു പറയാണ് എനിക്ക്
ശരിക്കും മൈൻഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ നേരം കോൺസെൻട്രേറ്റ് ചെയ്യണം. റീഡ് ചെയ്യാൻ സിഗ്നൽ കിട്ടുന്നില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് ഷിന്നിന് എന്തോ മനസ്സിലാവുന്നു. എന്നിട്ട് സക്കമോട്ടോയോട് പറയാണ് നമ്മുടെ നേരെ ഒരു എനിമി വരുന്നുണ്ട്. കൂരി എന്ന് പറഞ്ഞ ഒരു ഹിറ്റ്മാനെ വൃത്തിയാക്കുന്ന ആൾക്കാരുടെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ലൂ ഹാനേന്റെ ഹയോയിന്റെ ശ്രദ്ധയെല്ലാം തെറ്റിക്കുകയാണ്. കാരണം അവരെ ഒന്നും മനസ്സിലാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവൻ സക്കമോട്ടോനെ കൊല്ലാൻ വേണ്ടി വന്ന ഉടനെ സക്കമോട്ടോ ഒരു പേന എടുത്ത് അവന്റെ നെഞ്ചത്ത് കുത്തുവാണ്, അവനെ നോക്കാതെ തന്നെ. ലൂൻ ഷിന്ന അവനെ എടുത്തിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോവാണ്. നോക്കുമ്പോൾ അവനൊന്നും പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. സക്കമോട്ടോ അവനെ കൊല്ലുന്ന പോലെയൊന്നും അല്ലായിരുന്നു അറ്റാക്ക് ചെയ്ത്. ദൂരെന്ന് താത്സു എന്ന് പറഞ്ഞ ഒരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു സക്കമോട്ടോനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഈ ഷിന്നിനെ എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് അവനൊരു ഐഡിയ വരികയാണ്. അവനൊന്നും ചിന്തിക്കൂല. അപ്പൊ ഷിന്നിനൊന്നും അവന്റെ മനസ്സൊന്നും വായിക്കാൻ പറ്റൂലല്ലോ. എന്നിട്ട് അവരെല്ലാരും കൂടെ റോളർ കോസ്റ്റർ റൈഡിൽ കയറിയിരിക്കുകയാണ്. ലൂൻ ഷിന്നു എന്റെ ബേക്കിലാണ് വന്നിരിക്കുന്നത്. കാരണം അവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് താത്സു അതിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ലൂൻ അവനെ കണ്ടപ്പോ എന്തോ ഒരു സംശയം പോലെയൊക്കെ തോന്നുവാണ്. അവൻ ചിന്തിക്കുകയാണ്, ഇത്ര ഒളിച്ചിരുന്നിട്ട് എന്നെ കണ്ടുപിടിച്ചോ? അത് ഷിന്ന് കേൾക്കുവാണ്. എന്നിട്ട് സക്കമോട്ടോനോട് അവൻ പറയുന്നു. താത്സു സക്കമോട്ടോന്റെ നേരെ തോക്ക് വെച്ച് വെടിവെക്കുവാണ്. അത് അവന്റെ കണ്ണടയെ തട്ടി തെറിച്ചു പോവാണ്. അവന്റെ കണ്ണട ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. അപ്പൊ ഷിന്ന് ഒരു ജമ്പ് ചെയ്തിട്ട് താത്സുവിനെ പിടിച്ചുകൊണ്ട് റോളർ കോസ്റ്ററിൽ നിന്ന് താഴോട്ടേക്ക് ജമ്പ് ചെയ്യുവാണ്. അവരൊരു പാളത്തിൽ വന്ന് വീണു. ഷിന്ന് പറയാണ് സക്കമോട്ടോ ഇന്ന് ലീവിലാണ്, ഞാനാണ് ഇന്ന് ഓവർ ടൈം എടുക്കുവാണ്. എന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുവാണ്. എന്നിട്ട് റോളർ കോസ്റ്റർ വന്നപ്പോൾ അവർ രണ്ടുപേരും ചാടുവാണ്. എന്നിട്ട് താത്സു രണ്ട് കത്തി ഷിന്നിന്റെ നേരെ എറിയുവാണ്. അതിലൊന്നും അവന്റെ കാലെ കൊണ്ടിട്ട് കാല് മുറിയുവാണ്. അതിൽ വിഷം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷിന്നിനെ ഇപ്പം വരേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ വിഷം താത്സു അവൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. അവൻ ഇതുകൂടെ പറയാണ്, അവൻ സക്കമോട്ടോന്റെ മുഖത്ത് ഒരു പേടി കണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മരണത്തെ പേടിക്കാൻ തുടങ്ങിയാൽ അവൻ വീക്കായി പോവും. ഷിന്നു പറയാണ് സക്കമോട്ടോ മരിക്കുന്നത് പേടിക്കുന്നത് എന്തെന്നാൽ അവൻ അവന്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവന്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ റോളർ കോസ്റ്റർ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഷിന്ന അതിന്റെ മേലെ കയറിയിട്ട് താത്സുവിനെ പിടിച്ചുകൊണ്ട് കയറുവാണ്. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. ഷിന്നിനാണെങ്കിൽ ഇപ്പോൾ മര്യാദ കാണാത്തതുകൊണ്ട് മര്യാദ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം അവൻ ഹാനേന്റെ മനസ്സ് വായിക്കാണ്. അവള് പറയാണ് ഷുഗർബണ്ണിന്റെ ഷോ കാണുമ്പോൾ നല്ല രസമായിരിക്കും. താത്സുവിനെ പിടിച്ചുകൊണ്ട് റോളർ കോസ്റ്ററിൽ താഴോട്ട് ഇറങ്ങുവാണ്. അവര് ഷുഗർ ബണ്ണിന്റെ അവിടെ പോയി വീഴുവാണ്. അവിടെയാണെങ്കിൽ ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷുഗർ ബണ്ണി ഗുണ്ടനെ തോപ്പിക്കുന്നതായിട്ടാണ്. ഷിന്നി ഇപ്പൊ ഷുഗർ ബണ്ണിന്റെ ഡ്രസ് ഇട്ടിരിക്കുവാണ്. ഷിന്ന് താത്സുവിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും അവനെ ചെയർ ചെയ്യുന്നു. ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താത്സു വിചാരിക്കുവാണ്, ഈ എന്നെ കാണാണ്ട് ഇവൻ എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. സ്റ്റേജിൽ സക്കമോട്ടോന്റെ ഫാമിലി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. സക്കമോട്ടോയാണ് ഷിന്നിന്റെ ഫൈറ്റിംഗ് മൂവ് എല്ലാം പറഞ്ഞു കൊടുക്കുവാണ് അവന്റെ മനസ്സിൽ. അങ്ങനെ ഷിന്ന് താത്സുവിനെ കാണാണ്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സക്കമോട്ടോന്റെ വാക്കുകൾ കേട്ട് അവൻ താത്സുവിനെ കണ്ണു അടച്ചു പിടിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ഷുഗർ ബണ്ണിക്ക് വേണ്ടി ക്ലാപ്പ് അടിക്കുകയാണ്. അവർക്കാർക്കും അറിയില്ലല്ലോ ഇത് ശരിക്കും ഒരു ഫൈറ്റ് ആയിരുന്നു എന്ന്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സക്കമോട്ടോ ഡേയ്സിന്റെ 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇനി നമ്മളെ 2 ഹിറ്റ്മാൻമാരെ കാണിക്കുന്നു, ബോയിൽഡും ഒബിഗൂരായും. ഇവർ രണ്ടുപേരും സക്കമോട്ടോനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒബിഗോരോ പറയാണ്, ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ, പെട്ടെന്ന് ജോലി എടുത്തിട്ട് വീട്ടിലോട്ട് പോകണം. ബോയിൽ ഒച്ചത്തി പറയാണ്, ഈ ഉറുമ്പുകൾ നേരെ ചവിട്ടാൻ വേണ്ടി പോവുമായിരുന്നു. ബോയിലിന്റെ നിയമം എന്തെന്നാൽ അവന്റെ ടാർഗറ്റിന് മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ, വേറെ ആരെയും ഉപദ്രവിക്കൂല. ഇവനിങ്ങനെ ബഹളം വെക്കുന്ന അവൾക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ അവനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇനി നമ്മളെ ലൂ ഷിന്നിന്റെ കണ്ണിലും മരുന്ന് ഒഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇത് ശരിക്കും ആന്റിഡോയിറ്റ് ആണ്. ഇത് താത്സുവിന്റെ അടുത്ത് നിന്ന് തന്നെയാണ് അവനെടുത്തത്. സക്കോമോട്ടോ ചോദിക്കുകയാണ്, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലിയെല്ലാം ചെയ്യുന്നത്? അപ്പൊ താത്സു പറയുന്നു, ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുവോ? ലൂ അവന്റെ വിഷം പൊട്ടയെ കത്തി അവന്റെ മേലെ എന്നെ കുത്തി വെച്ചിട്ട് അവനെ ഭീഷണിപ്പെടുത്തുവാണ്. നീ ഈ കാര്യങ്ങൾ വേഗം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ആന്റിഡോയിറ്റ് നിനക്ക് തരൂല. താത്സു പറയുന്നു, ഡോണ്ടായി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് എന്നെ ഇങ്ങനെ ഹയർ ചെയ്തത്. ഷിന്നു പറയുന്നു, ഇത്രയോട്ടൊന്നും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞോ? താത്സു പറയാണ്, എനിക്ക് എന്റെ ജീവനാണ് മുഖ്യം, കമ്പനിയായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല, ഞാൻ പണത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അവൻ ഇതുകൂടി പറയാണ്, അവൻ ജെയിലെ മെമ്പറും കൂടിയാണ്. ലൂ ചോദിക്കുകയാണ്, ഈ ജെ എന്താണെന്ന്. പിന്നെ പറയാണ്, ജാപ്പനീസ് അസോസിയേഷൻ ഓഫ് അസാസിൻ ആണ്. അതൊരു പ്രൊഫഷണൽ അസാസിൻ അസോസിയേഷൻ ആണ്. ഞാൻ സക്കമോട്ടോ അതിലൊരു മെമ്പർ ആയിരുന്നു. ഏകദേശം 400 ആൾക്കാരോളം ഇതിലിങ്ങനെ അംഗമായിട്ടുണ്ട്. താത്സു സക്കമോട്ടോയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും ഓർഡറിന് മെമ്പർ ആയിരുന്നോ? സക്കമോട്ടോന്റെ മുഖത്തെ റിയാക്ഷൻ കണ്ടിട്ട് അവൻ ആ കാര്യം മനസ്സിലാവുകയാണ്. അങ്ങോട്ടേക്ക് അയോയും താനയും വരുവാണ്. അവള് താത്സുവിനെ ഒരു ആക്ടറായിട്ടാണ് വിചാരിച്ചിരുന്നത്. ഷിന്നു പറയാണ്, ഞങ്ങൾ അടുത്ത നാടകത്തിനുള്ള റിഹേഴ്സൽ ഇവിടെ ചെയ്യാൻ പോവാണ്, എന്നിട്ട് എല്ലാവരും ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. താത്സു ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളെന്താ എന്നെ കൊല്ലൂലേ? ഷിന്നു പറയാണ്, ഞങ്ങൾ ഈ പാർക്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, വേറെ ഒന്നിനും വന്നതൊന്നുമല്ല. ആന താത്സുവിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ മേത്തൊരു ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. താത്സു അവന്റെ കത്തി ഉപയോഗിച്ചിട്ട് ആ കയറ് മുറിക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഇവർക്കെന്താ വട്ടാണോ? എന്തായാലും ഇനി ഇവര് ഉപദ്രവിക്കാൻ വേണ്ടി എന്റെ മനസ്സ് പറയുന്നില്ല. റോളർ കോസ്റ്റർ റൈഡും കൂടി ചെയ്തിട്ട് വീട്ടിലോട്ട് പോവാന്ന്. ഭക്ഷണം കഴിക്കുമ്പോൾ ഷിന്നു പറയാണ്, ആന്റിഡോയിറ്റ് കാരണം എനിക്ക് തല കറങ്ങുവാണ്, ഇനി ഇന്ന് മൊത്തം ആരുടെ മനസ്സും വായിക്കാൻ വേണ്ടി പറ്റൂല. ലൂ സക്കമോട്ടോനോട് പറയാണ്, നമുക്കിനി എന്തായാലും വീട്ടിലോട്ട് പോവാം. ആയോ ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, നിങ്ങളെന്താ ഇത്രയും വിചിത്രമായിട്ട് പെരുമാറുന്നത്? അത് കേട്ടിട്ട് 3 പേരും പേടിച്ചു പോവാണ്. അടുത്ത സീനിൽ താത്സുവിന്റെ പുറകിൽ ഒബിഗുറോയും
ബോയിൽഡും വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവൾ അവന്റെ മേത്ത് കയറിയിരിക്കുവാണ്. ബോയിൽ പറയുന്നു, നീ ഒരു നല്ല പെൺകുട്ടിയാണ്, നീ ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല. അവൾ താത്സുനോട് പറയാണ്, ഞങ്ങളും ഇവിടെ സക്കമോട്ടോനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒബിഗോറോ ലെജൻഡായ സക്കമോട്ടോന്റെ പേര് മാത്രമാണ് ഇതുവരെയായിട്ടും കേട്ടിട്ടുള്ളത്. അവനെ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആവുകയാണ്. സക്കമോട്ടോനെ കുറിച്ച് സംസാരിച്ച് കേട്ടപ്പോൾ ബോയിലിന്റെ മുഖത്ത് സ്കാർ എന്തോ ചൊറിയെന്ന് പോലെ തോന്നി. ഒബിഗോറോ ചോദിക്കുകയാണ്, നിനക്ക് ഈ സ്കാർ സക്കമോട്ടോ ആയിരുന്നു വന്നത്? അല്ല, അവനൊന്നല്ല എനിക്ക് വന്നത്, ഞാൻ താഴെ വീണിട്ടാണ് ഇത് സംഭവിച്ചത്. ഇവരിങ്ങനെ തമാശ പറയുമെങ്കിൽ ഇവര് ഭയങ്കര അപകടകാരികളാണെന്ന് സാത്സുന് അറിയായിരുന്നു. 2 വർഷം മുമ്പുള്ള ഒരു ബാൽക്കൻ ഇവന്റ് 200 പേരെ ഇവര് കൊന്നതാണ്. ഇവര് മാർഷൽ ആർട്സിന്റെ മാസ്റ്റേഴ്സ് ആണ്. ഇവര് ഡൊണ്ടൻഡായിന്റെ പവർഫുൾ കപ്പിൾ എന്നാണ് പറയുന്നത്. ഇവരുടെ മുമ്പിൽ സക്കമോട്ടോയ്ക്കും ഷിന്നിനും നിൽക്കാൻ വേണ്ടി പറ്റൂല. ഇവിടെ സക്കമോട്ടോയും ബാക്കിയുള്ളവരും പറയാണ്, ഞങ്ങളൊന്നും ഒളിപ്പിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര രസമാണ്. ഇവരാണെങ്കിൽ തുറന്നതും പിന്നെ ആൾക്കാരുള്ള സ്ഥലത്താണ്, അതുകൊണ്ട് ഇവരെ ഉപദ്രവിക്കാൻ ബുദ്ധിമുട്ടാ. അയോയോ വരെയാണ്, നമുക്കിനി ഹോണ്ടഡ് ഹൗസിൽ പോവാന്ന്. ഇത് കേട്ടിട്ട് 3 പേരും പേടിച്ചു പോകുന്നു. ഇവരെ കൊല്ലാൻ നോക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം ഇതാണ്. ഇവരെ ഇതിന്റെ ഉള്ളിലോട്ട് പോകുന്നു. ലൂനാണെങ്കിൽ ഇവിടെ കൂടുതൽ പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അവളൊരു ബോട്ടിലെടുത്ത് എന്തോ ഒരു മരുന്ന് കുടിക്കുവാണ്. ബോയിലും ഒബിഗിരവും CCTVയിൽ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹോണ്ടഡ് ഹൗസിൽ കുറെ പേര് ഭൂതങ്ങളായിട്ടുണ്ടായിരുന്നു. ഇവരുടെ നേരെ ഒരു സോംബി അറ്റാക്ക് ചെയ്യുന്നു. അതൊരു ഹിറ്റ്മാൻ ആയിരുന്നു. സക്കമോട്ടോ പേടിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ട് അവരെ അടിച്ചിടുവാണ്. ഷിനിന് അവരുടെ മേത്തുനിന്ന് ഹിറ്റ്മാൻ ലൈസൻസ് കിട്ടുവാണ്. ഒബിഗോറോ സക്കമോട്ടോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾക്കറിയായിരുന്നു ബോയിലിന്റെ പഴയ സുഹൃത്താണ് സക്കമോട്ടോ എന്ന്, അതുകൊണ്ട് അവൾ അവനെ ഫൈറ്റ് ചെയ്യൂലെന്ന്. എന്നിട്ട് അവനൊരു കുപ്പി മൊത്തം തീർത്തിട്ട് പറയാണ്, അവൻ എന്റെ സുഹൃത്തല്ല. ഇനി നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. JCCന്റെ ട്രെയിനിങ് സ്കൂള് കാണിക്കുവാണ്. ഇവിടെയാണ് ബോയിൽ സക്കമോട്ടോനെ ആദ്യമായിട്ട് കാണുന്നത്. അവന് 15 വയസ്സുണ്ടായിരുന്നപ്പോ, സക്കമോട്ടോ 17 വയസ്സുള്ളപ്പോ. ബോയിൽ കേട്ടായിരുന്നു സക്കമോട്ടോ ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് അവനെ കാണാൻ വേണ്ടി വന്നു. പിന്നെ അവർ രണ്ടുപേരും കൂട്ടുകാരായി. വാലന്റൈൻസ് ഡേക്ക് ബോയിൽ പറയാണ്, നമ്മളെ പോലെയുള്ള സിഗ്മ ബോയ്സിന്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ ചോക്ലേറ്റ് കൊണ്ടുവരില്ല. സക്കമോട്ടോയാണെങ്കിൽ പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു. അവന് വേണ്ടിയിട്ട് കുറെ പെൺകുട്ടികൾ ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവന്നു. നാഗുമയ്ക്കും അതേപോലെ കുറെ ചോക്ലേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അവൻ ചോദിക്കുകയാണ്, നിന്റെ പുറകെയുള്ള ഇവൻ ആരാണ്? എനിക്കറിയില്ല, നിനക്ക് ഇതിൽ നിന്ന് ചോക്ലേറ്റ് എങ്ങാനും വേണമെങ്കിൽ നീ എടുത്തോട്ടോ. ബോയില് വിചാരിച്ചിരുന്നത് അവന് സക്കമോട്ടോ ഒരുപോലെയായിരുന്നെന്ന്. സക്കമോട്ടോയാണ് സിഗ്മ അല്ലായിരുന്നു. ഉബിഗോറോ വിചാരിക്കുവാണ് അവൻ ഈ ജോലിയിൽ കൂടെ അവന്റെ പഴയ കണക്കെല്ലാം തീർക്കാൻ വേണ്ടി പോവാണ്. ബോയിൽ ഒച്ചത്തിൽ നിലവിളിച്ച് പറയാണ്, എനിക്കൊരു പ്രതികാരവും ചെയ്യണ്ട. ഇവിടെ സക്കമോട്ടോ ഷിന്നോ ഒരുമിച്ച് ഓരോരോ ഹിറ്റ്മാൻമാരെ തോപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര പേടിക്കുന്നുണ്ടായിരുന്നു. ഷിന്നാണെങ്കിൽ അവളെ കളിയാക്കുകയും ചെയ്യാണ്. നീ ഹാനനെ കണ്ട് പഠിക്കുക, അവൾ ഇത്ര ചെറുതായിട്ട് അവൾ ആരെയും പേടിക്കുന്നില്ല. എന്നിട്ട് അവൾ ഒരു കുപ്പിയും കൂടെ എടുത്ത് കുടിക്കുവാണ്. ഷിന്ന അതെടുത്ത് മണത്ത് നോക്കുമ്പോ അത് മരുന്നല്ലായിരുന്നു, അത് മദ്യമായിരുന്നു. ഇനി അവരുടെ മുമ്പിൽ ഒരു വാതില് കാണുവാണ്. അവള് കള്ളു കുടിച്ച് ചൂടായിരുന്നിട്ട് അവളൊന്നും നോക്കാണ്ട് ആ വാതിലങ്ങ് തുറക്കുവാണ്. അതിൽ നിന്ന് കുറെ സോംബികൾ ഇറങ്ങി വരുന്നു. അതുകൊണ്ട് ഇവര് വേർപെട്ട് പോവുകയാണ്. പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ബോയിൽഡ് ഇറങ്ങി വന്നിട്ട് സക്കമോട്ടോനെ ഒരു ഇടിയിടിക്കുവാണ്. സക്കമോട്ടോ ദൂരത്തോട്ട് പോയി വീണു. എന്നിട്ട് സക്കമോട്ടോ അവന്റെ നേരെ ഒരു ID കാർഡ് എറിഞ്ഞു. അവനാണെങ്കിൽ അത് ലോജ് ചെയ്യുവാണ്. ബോയിൽഡ് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, എന്റെ ഫാമിലി എവിടെയാണ്? ഇന്നത്തെ ദിവസത്തിന് ശേഷം നീ എന്നെ ഒരിക്കലും മറക്കൂല. ഇത്രയും പറഞ്ഞതിന് ശേഷം അവന് കണ്ണീര് വരുവാണ്. മറ്റൊരിടത്താണെങ്കിൽ അയോയി ഹാനായും ബോധം കെട്ടിരിക്കുവാണ്. അങ്ങോട്ടേക്ക് ഒബിഗോറോ വരുന്നു. അപ്പൊ ലൂ മദ്യപിച്ച് ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒബിഗോറോനെ വന്ന് അവർ കിക്ക് ചെയ്യുവാണ്. ബോയിൽ പിന്നെ സക്കമോട്ടോ കൊണ്ടിരിക്കുകയാണ്. നിനക്ക് ശരിക്കും എന്നെ ഓർമ്മയില്ലേ? സക്കമോട്ടോ ഇല്ലാന്ന് പറയുന്നു. അപ്പൊ ബോയിൽ പറയുന്നു, എനിക്ക് നിന്റെ ഓർമ്മയും ചെറുതായിട്ടേ ഉള്ളൂ. നിന്റെ ഫാമിലിനെ കാണുന്നില്ല, നീ സ്വന്തം പോയി അന്വേഷിക്കുക. സക്കമോട്ടോ ദേഷ്യത്തിൽ അവൻ അടിക്കാൻ വേണ്ടി വരുന്നു. അന്നേരം ബോയിൽ അവന്റെ മുഖത്ത് ബോംബ് എറിയുവാണ്. സക്കമോട്ടോ അവനൊരു കിക്ക് ചെയ്യുവാണ്. എന്നിട്ട് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ട് അവൻ കുറെ ബോംബ് സക്കമോട്ടോന്റെ മേത്ത് എറിയുവാണ്. സക്കമോട്ടോനെ അവനൊരു പഞ്ച് ചെയ്യുകയാണ്. അതിന്റെ സൗണ്ട് ഇങ്ങ് ദൂരെ ഒബിഗോറോന് വരെ കേൾക്കാൻ പറ്റുമായിരുന്നു. ഒബിഗോറോന് പഞ്ച് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ അവൾ അത് തടയുവാണ്. അവളെ പിടിച്ചിട്ട് പറയുകയാണ്, നീ കുറച്ചും കൂടി ബെറ്റർ ആവണം. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഒരു നിമിഷം കൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റും, പക്ഷെ അതിലെന്താണ് രസമായിട്ടുള്ളത്? അവന്റെ ആൾക്കാർ വന്നിട്ട് ഷിന്നിനെ പിടിച്ചിട്ട് ഒരു ചെയിൻസോ ഓൺ ആക്കുവാണ്. ഒബിഗോറോ പറയാണ്, ചില മനുഷ്യരെ ഇങ്ങനത്തെ സമയത്താണ് അവരുടെ ശരിക്കും ശക്തി പുറത്തെടുക്കുക. ഒബിഗോറോ പറയാണ്, ഓരോ 10 സെക്കൻഡ് ആകുമ്പോൾ ലൂ അവളെ തുറന്നു. അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഷിന്നിനെ കഷ്ണങ്ങളാക്കും. ലൂ കരഞ്ഞോണ്ട് പറയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല. ഷിൻ, നിന്റെ കാര്യം തീരുമാനമായി. ബോയിൽ സക്കമോട്ടോനോട് പറയാണ്, നീ റിട്ടയർഡ് ആയിട്ട് 5 വർഷമായി, അതുകൊണ്ടാണ് നീ ഇപ്പൊ വീക്ക് ആയിരിക്കുന്നത്. സക്കമോട്ടോ പിന്നെ അവനെ അടിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ബോയിൽ പിന്നെ അവന്റെ മേത്ത് ബോംബ് എറിയുവാണ്. അവന്റെ ബോംബ് ഒരു റബ്ബർ ബോൾ പോലെ ബൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബോയില് പറയാണ്, സൂപ്പർ ബോൾ ബോംബിനെയും റോക്കറ്റ് ഡൈനാമിക് പഞ്ചിനെയും നിനക്ക് എതിർക്കാൻ വേണ്ടി പറ്റൂല. എനിക്ക് ഇതും വെച്ച് ഏത് ആംഗിളും വെച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും സക്കമോട്ടോ ഇത് മറന്നു കാണും. സക്കമോട്ടോയ്ക്ക് ഓർമ്മ വരുവാണ് നാഗുമനോട് സക്കമോട്ടോനോടും പറയുന്നതായിട്ട്. അവനൊരു ഗ്ലൗവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ ഇതിന്റെ ഉള്ളിൽ ഒരു ബോംബ് ഇടുമ്പോൾ അവന്റെ പഞ്ചിന്റെ സ്പീഡ് നല്ലോണം കൂടും. അവൻ ഇതിന്റെ പേര് റോക്കറ്റ് ഡൈനാമിക് പഞ്ച് എന്നാണ് വെച്ചിരുന്നത്. അവൻ അവന്റെ സൂപ്പർ ബോളിനെ പറ്റിയും പറയുന്നുണ്ടായിരുന്നു. സക്കമോട്ടോ മനസ്സിൽ ചിന്തിക്കുവാണ്, ഇത് എന്തൊരു പേരായത്. പെട്ടെന്ന് സക്കമോട്ടോ അവൻ ബോംബ് ഉണ്ടാക്കിയ കെമിക്കൽ
കെമിക്കലെല്ലാം നോക്കുവാണ്. ബോയിൽ സക്കമോട്ടോനോട് പറയാണ്, ഞാൻ നിന്നെ പോലെ ആകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. നിന്റെ മിഷനെല്ലാം വളരെ നല്ലതായിരുന്നു. പെണ്ണുങ്ങളെല്ലാം നിങ്ങൾക്ക് ചോക്ലേറ്റ് തരുമായിരുന്നു. ഇപ്പം നീ നിന്റെ അവസ്ഥ നോക്ക്. നിന്റെ ഫാമിലിനെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിനക്ക് പറ്റുന്നില്ല. എന്നിട്ട് അവൻ സക്കമോട്ടോനെ ഒരു പഞ്ച് ചെയ്യുവാണ്. അതുകൊണ്ട് സക്കമോട്ടോ അങ്ങ് തെറിച്ചു പോകുന്നു. അവൻ അവന്റെ സിഗരറ്റ് വലിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവന്റെ പുറകിൽ നിന്ന് ഒരു പവർഫുൾ ആയ ഓറ മനസ്സിലാവുകയാണ്. ഇനി നമ്മൾ സക്കമോട്ടോ ആ പുകയെന്ന് പുറത്തു വന്നിട്ട് ആ കെമിക്കലിന്റെ പേരെല്ലാം പറയുന്നതായിട്ട് കാണിക്കുന്നു. എന്നിട്ട് സക്കമോട്ടോ പറയുകയാണ്, എനിക്കിപ്പോ എല്ലാം ഓർമ്മ വന്നിരിക്കുവാണ് ബോയിൽ, ഞാൻ ഇനി എന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യും. ഇനി നമ്മൾ സക്കമോട്ടോനെ കാണിക്കുകയാണ്. സക്കമോട്ടോ മെലിഞ്ഞ് പഴയതുപോലെ ഫിറ്റ് ആയിരിക്കുവാണ്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സക്കമോട്ടോ ഡേയ്സിന്റെ 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ലോപ്പി കുറെ ലോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ലോന് വലിയ മാറ്റമൊന്നും ഇല്ല, കാരണം അവളെ മദ്യപിച്ചുകൊണ്ട്. ഷിന്നെ വിചാരിക്കുവാണ്, ഞാൻ വിചാരിച്ചു എന്റെ കാര്യം തീർന്നു വന്നു, പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ ജീവനോടെ ഉണ്ടല്ലോ. ലോ ഇങ്ങനെ ഡോ ചെയ്തപ്പോൾ അവളുടെ മുടി അവളുടെ മേത്ത് കൊണ്ടു. അപ്പൊ അവള് വിചാരിക്കുവാണ്, ഞാനെന്ത് ലക്കിയാണ്. അന്നേരം ഷിന്നെ ഭയങ്കരമായിട്ട് നിലവിളിച്ചിട്ട് പറയാണ്, നീ ഫൈറ്റ് ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്യേ. ഓബിഗറോ ലൂവിനൊരു കിക്ക് ചെയ്യുവാണ്. അന്നേരം ലൂ ആണെങ്കിൽ ചിരിക്കാൻ തുടങ്ങുവാണ്, അവക്കൊരു കുഴപ്പമില്ല എന്ന പോലെ. എന്നിട്ട് അവൾ പിന്നെ ഒരു കുപ്പി എടുത്തിട്ട് കുടിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ഓബിഗാരോന് ദേഷ്യം വന്നിട്ട് പിന്നെ അവളുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. ലൂ ആണെങ്കിൽ അതെല്ലാം ഡോജും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലൂ അവളുടെ മേത്ത് ഒരു കിക്കും കൂടെ ചെയ്യുവാണ്. അപ്പൊ ശരി പറയാണ്, പ്ലീസ് എന്നെ കൊല്ലുന്ന പോലെ നീ ഒന്നും ആക്ക്, എന്നാലേ നല്ല രസമുണ്ട്. ഇപ്പൊ ലൂ പറയുന്നത്, ഞാൻ ആരെയും കൊല്ലുമൊന്നുമില്ല, കാരണം അത് അവരുടെ ഫാമിലി റൂളാണ്. ഇത് പറഞ്ഞപ്പോ അവള് പറയാണ്, നിങ്ങൾ വിഡ്ഢികളാണ്, സക്കമോട്ടോന്റെ ഫാമിലി 3 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോ ലൂവിന് ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് അവളുടെ കാല് പിടിച്ച് ഒരു പവർഫുൾ പഞ്ചടിക്കാൻ വേണ്ടി നോക്കുവാണ്. അവളുടെ മുഖത്തെത്തിയപ്പോഴേക്കും അവള് ചെറുതായിട്ടൊന്ന് പഞ്ച് ചെയ്തേ ഉള്ളൂ, കാരണം അവള് കുടിച്ച മദ്യം ഇറങ്ങിപ്പോയായിരുന്നു. ലൂ ചിന്തിക്കുകയാണ്, നമ്മളിപ്പോ എവിടെയാ ഉള്ളേ? ഷിന്നാണെങ്കിൽ പേടിച്ച് ബോധം കെട്ടും പോയി. ഓബിഷിറോനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ദേഷ്യം വന്നിരിക്കുവാണ്, കാരണം ഇതുവരെയായിട്ട് ആരും അവളെ ഇതുവരെയായിട്ട് ഇത്രയും പുഷ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കണ്ടിട്ട് ഓബിഷിറോന് ഭയങ്കര സന്തോഷമാവാണ്. ലൂ അവളുടെ കൂടെ നന്നായിട്ട് ഫൈറ്റ് എല്ലാം ചെയ്തതുകൊണ്ട് ഇനി അവള് ലൂവിന്റെ ഫ്രണ്ട് ആകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഇത് കണ്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇനി നമ്മളെ സക്കമോട്ടോനെ കാണിക്കുകയാണ്, അവന്റെ വെയിറ്റ് മൊത്തം പോയിരിക്കുന്നതായിട്ട്. ഇത് കണ്ടിട്ട് ബോയിലിന് അങ്ങ് ആശ്ചര്യപ്പെട്ടു പോവാണ്. ബോയിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് ഉള്ളത്, കാരണം സക്കമോട്ടോന്റെ ഫാമിലി അവന്റെ അടുത്താണ് ഉള്ളത്. സക്കമോട്ടോ പറയാണ്, ഇതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് കുറച്ചുപേരെ വിശ്വാസമുണ്ട്. എന്നിട്ട് സക്കമോട്ടോ സ്പീഡ് വന്നിട്ട് ഒരു അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് രണ്ടുപേരും മതിൽ പൊട്ടിച്ച് താഴോട്ടേക്ക് വീഴുവാണ്. സക്കമോട്ടോ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സക്കമോട്ടോന്റെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ പവർ നേരത്തെക്കാട്ടും കൂടിയിരിക്കുകയാണ്. ബോയിൽഡ് അവന്റെ റോക്കറ്റ് പഞ്ച് അടിക്കാൻ വേണ്ടി വരുവാണ്. സക്കമോട്ടോ പഞ്ച് ചെയ്യാൻ വേണ്ടി വരുവാണ്. എന്നിട്ട് രണ്ടുപേരും പഞ്ച് കൂട്ടിയിടിച്ച് അവന്റെ മെഷീൻ അങ്ങ് പൊട്ടിപ്പോകുന്നു. സക്കമോട്ടോ തുറന്ന് ബോയിലിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോയിൽ അവന്റെ ബോംബുകളെല്ലാം എറിയുവാണ്. അപ്പൊ സക്കമോട്ടോ അവന്റെ കൈ കൊണ്ട് അതെല്ലാം പിടിക്കുന്നു. ബോയിലിന് മനസ്സിലാവുന്നില്ല സക്കമോട്ടോ എങ്ങനെയാണ് ഇത്ര സ്ട്രോങ് ആയിരിക്കുന്നത്. അവൻ നേരത്തെ റിട്ടയർഡ് ചെയ്തതല്ലേ. സക്കമോട്ടോ പറയാണ്, ബോയിൽ നീ ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ ഞാൻ കുറെ നാൾ മുമ്പേ എന്റെ സ്ട്രെങ്ത് ഉപയോഗിക്കുന്നത് നിർത്തിയിരുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതെല്ലാം നിർത്തിയിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ സ്ട്രെങ്ത് എന്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെക്കാട്ട് കൂടുതൽ സ്ട്രോങ് ആണ്. സക്കമോട്ടോ അവനെ ഒരു പഞ്ച് ചെയ്ത് രണ്ടുപേരും കൂടെ ഒരു ജയന്റ് വീലിന്റെ ഉള്ളിൽ കയറുവാണ്. എന്നിട്ട് ബോയിൽഡ് പറയാണ്, നീ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് അവൻ തോൽവി സമ്മതിക്കുവാണ്. ഇനി നമ്മൾ അയോയിനെ കാണിക്കുവാണ്. അവളുടെ ഉറക്കമെല്ലാം എഴുന്നേറ്റ് ഷിന്നിനോട് ചോദിക്കുവാണ്, നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയേ? നമ്മൾ ഹോണ്ടഡ് ഹൗസിലല്ലായിരുന്നോ? അപ്പൊ ഷിന്നിന് ഇങ്ങനെ കള്ളങ്ങളെല്ലാം പറയാൻ വേണ്ടി തുടങ്ങുവാണ്. നമ്മൾ ക്ഷീണിച്ചില്ലായിരുന്നു, അതുകൊണ്ട് നമ്മളിവിടെ വന്നേ. അവന് ശരിക്കും എന്തോ നടന്നതെന്ന് പോലും ഓർമ്മയില്ല. അന്നേരം അയോയി അവന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് ആ സക്കമോട്ടോനെ പറ്റിയും ചോദിക്കുവാണ്. ഷിന്ന ഓരോരോ കള്ളം പറഞ്ഞിട്ട് സക്കമോട്ടോനെ അന്വേഷിച്ചു പോവാണ്. ഇനി നമ്മൾ ഇവർ രണ്ടുപേരും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ ബോയിൽ പറയുന്നു, ലേഡി, ഒരാണിനോട് ഇങ്ങനെ ഒന്നും ചോദിക്കരുത്, അവൻ എങ്ങനെ മുറിവ് പറ്റിയെന്ന്. എന്നിട്ട് ആ പെണ്ണ് ചോദിക്കുകയാണ്, ഇതിന്റെ പൈസ ആരടയ്ക്കുക? ഇനി നമ്മളെ സക്കമോട്ടോ അവന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് മീറ്റ് വെൻസ് മേടിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നിട്ട് സക്കമോട്ടോ ബോയിലിന് ഒരു മീറ്റ് വെൻസ് കൊടുക്കുവാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല നീ ഒരു ഫാമിലി മാൻ ആവുമെന്ന്. അവൻ സക്കമോട്ടോനെ പിന്നെയും മെലിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് അവൻ സക്കമോട്ടോന്റെ ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ഇത് കണ്ടിട്ട് സക്കമോട്ടോക്ക് അത്ര സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല. ഇനി ബോയിൽ സക്കമോട്ടോനോട് ചോദിക്കുകയാണ്, നീ ബൗണ്ടിനെ പറ്റി എന്താണ് ചെയ്യാൻ പോകുന്നത്? കമ്പനി ഇനി അസാസിനെ ഇതിനു വേണ്ടിയിട്ട് അയക്കുമായിരിക്കും. സക്കമോട്ടോ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ കണ്ണുകളിൽ പേട് കാണിക്കുന്നു. അവന്റെ മുമ്പിൽ അയോയി വന്നിരിക്കുകയാണ്. അവൾ ഈ ബൗണ്ടിനെ കുറിച്ചുള്ള കാര്യം കേട്ടിരുന്നു. ഒക്കെ ഇപ്പൊ ഭയങ്കര ദേഷ്യം വന്നിരിക്കുന്നു. നമ്മൾ 3 പേര് അയോയിന്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു എന്തൊക്കെയാണ്, ഞാനങ്ങനെ ഇവിടെ വന്നു കുടുങ്ങിയേ. അവള് സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ ബോയിലിന് വരെ വഴക്ക് പറയാണ്. സക്കമോട്ടോന്റെ 6ാമത്തെ റൂള് കാണിക്കുവാണ്. അതിലെല്ലാ സീക്രട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നാണ്. എല്ലാ കാര്യം സെറ്റായി കഴിഞ്ഞിട്ട് അവള് പറയാണ്, നമുക്കെന്നാ പരേഡ് കാണാൻ വേണ്ടി പോവാം. ഇവരിങ്ങനെ പരേഡ് കണ്ടോണ്ടിരിക്കുമ്പോ ഷിന്ന് സക്കമോട്ടോനെ ചോദിക്കുകയാണ്, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സക്കമോട്ടോ പറയാണ്, എന്റെ തലയിൽ ആരാണ് ബൗണ്ടി വെച്ചതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അയാളോട് പറഞ്ഞിട്ട് ആ ബൗണ്ടി നമ്മൾ വിഡ്രോ ചെയ്യിപ്പിക്കണം. ഇത് കേട്ടിട്ട് അവര് പറയാണ്, അങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം JA ആണ് ഇത് മാനേജ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്ലയന്റിനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബോയിൽ പറയാണ്, അവന്റെ ബോസിന് എന്തെങ്കിലും ഇതിനെ പറ്റി കാര്യങ്ങൾ
അറിയായിരിക്കും. ചിന്ന അവന്റെ ബോസിനെ പറ്റി ചോദിക്കുമ്പോൾ അവന് പോലും ആ കാര്യം അറിയില്ലായിരുന്നു. അതിനുശേഷം അവർ അവിടെ നിന്നും പോവുകയാണ്. അവർക്കാണ് ഹെഡ് ക്വാർട്ടറിന്റെ ലൊക്കേഷൻ പോലും അറിയില്ല. പക്ഷെ സക്കമോട്ടോ പറയാണ് എനിക്കൊരു സ്ഥലം അറിയാം, അവിടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ എല്ലാം കിട്ടുമായിരിക്കും. ഇനി നമ്മൾ സക്കമോട്ടോനെ കാണിക്കുകയാണ്. അടുത്ത ദിവസം അവനാണെങ്കിൽ ഭയങ്കര തടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഷിന്ന അത്ര സന്തോഷത്തിലൊന്നുമല്ല. ഇനി അവരെല്ലാം കൂടെ ഒരു വീഡിയോ റെന്റിങ് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഒന്നും മനസ്സിലാവുന്നില്ല എന്തിനാ അവിടെ വന്നിട്ട് കാര്യം എന്ന് വിചാരിക്കുകയാണ്. സക്കമോട്ടോ പറയാണ് നമുക്കെല്ലാം ഇൻഫർമേഷനും കിട്ടും മൂവിയിലൂടെ, നമുക്ക് ഡോട്ടേറ്റിന്റെ ഇൻഫർമേഷൻ എല്ലാം കിട്ടുവാണ് മൂവിയിലൂടെ. ഷിന്നാണെങ്കിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സക്കമോട്ടോ ആണെങ്കിൽ ഉറങ്ങുവാണ്. ലൂ ആണെങ്കിൽ കരച്ചിലോട് ഈ മൂവി കണ്ടോട് സക്കമോട്ടോയ്ക്ക് 4 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വന്നു. ഷിന്ന ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഇത്രയും പൈസ എവിടുന്ന വന്നേ? എന്റെ പഴയ ടൈമിലുള്ള പൈസ തന്നെയാണ്. ഒരു കാഷ്യർ സക്കമോട്ടോനോട് ചോദിക്കുവാണ് നീ നമ്മുടെ ലോകത്തൊക്കെ തിരിച്ചു വരുന്നോ, അല്ലെങ്കിൽ നീ കുറച്ച് സൂക്ഷിച്ച് നടക്കണം, നിന്റെ തലയിൽ ബൗണ്ട് വെച്ച് നിന്റെ കൂടെ തന്നെ ജോലി ചെയ്ത ഒരാളാണ്. സക്കമോട്ടോ പറയാണ് നീ എന്താണ് ഈ പറയുന്നത്, എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും തരാൻ വേണ്ടി പറ്റൂല, ആ മൂവി ഇതുവരെയായിട്ട് അവൈലബിൾ ആയിട്ടില്ല. ഇനി നമ്മൾ നാഗ കുറച്ച് ആൾക്കാരുടെ കൂടെ ഫുഡ് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിന്ന് ഒരുത്തും ചോദിക്കുകയാണ് നീ സക്കമോട്ടോനെ കണ്ടായിരുന്നു അല്ലേ? അതിന് നാഗമോൻ പറയാണ് ഞാനോ സക്കമോട്ടോനൊന്നും ഞാൻ കണ്ടിട്ടില്ല. മറ്റവന് ദേഷ്യം വന്നിട്ട് നാഗമോനെ അറ്റാക്ക് ചെയ്യുവാണ്. അതിന് നാഗമോ ഒരു സ്പൂൺ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെയുള്ള വേറൊരുത്ത ഷെഫിനെ വിളിച്ചിട്ട് അവനെ കുത്തുവാണ്, കാരണം അവന്റെ ഭക്ഷണത്തിൽ ഉള്ളി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു വയസ്സിന്റെ എൻട്രി ഉണ്ടാവുകയാണ്. അവന്റെ പേരാണ് ബൊയേരിയ. അവൻ ജെ എന്ന് വന്നതാണ്. ഇനി നമുക്ക് മനസ്സിലാവുകയാണ് ഈ 4 പേര് ഓർഡറിന്റെ മെമ്പേഴ്സ് ആണെന്ന്. ബാക്കിയുള്ള 3 മെമ്പേഴ്സ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവർ വരവുമില്ല. ഇനി വയസ്സിന് ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാണ് ജെയിലെ കുറെ മെമ്പേഴ്സിനെ ആരൊക്കെയോ കൊല്ലുവാണ്. എന്നിട്ട് മതിലിന്റെ വരെ ഒരു എക്സ് വിടുന്നുണ്ട്. അവരാണെങ്കിൽ 100 പേരെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 പേർക്ക് ഈ മിഷൻ കൊടുക്കുകയാണ് ഇതിനെപ്പറ്റി നോക്കാൻ വേണ്ടിയിട്ട്, കാരണം അവർ ദ ഓർഡേഴ്സ് അല്ലേ. ഇനി നമ്മളെ സക്കമോട്ടോനെ ഷിന്നിനെ ലൂലിയും കാണിക്കുവാണ്. അവര് ഡണ്ടൻഡായിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് മുമ്പിലാണ്. അവർ ഉള്ളിൽ പോയി കഴിഞ്ഞപ്പോൾ 2 ഗാർഡിനെ കാണുവാണ്. എന്നിട്ട് അവൾ ബോധം കെടുത്തുന്നു. അവർ പ്ലാൻ ഉണ്ടാക്കുവാണ്. അവരെ നേരെ ബോസിന്റെ റൂമിൽ പോകുന്നത്. അവർക്ക് വഴിയിൽ ആരൊക്കെയാണോ കിട്ടുന്നത് അവരെല്ലാം ബോധം കെടുത്തുവാണ്. അവർ മേലോട്ട് പോകും തോറും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുവാണ്. സക്കമോട്ടോ അവരോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു ഇപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവർ ബോസിന്റെ റൂമിൽ കയറിയപ്പോൾ എല്ലാവരും ഷോക്കായി പോവാണ്. അവിടെയുള്ള കുറെ പേര് നാഗമോ ഒറ്റയ്ക്ക് കൊന്നിരിക്കുകയാണ്. നാഗമോനെ കണ്ടിട്ട് അവിടെ എല്ലാവർക്കും ഷോക്കായി പോയിരിക്കുകയാണ്. നാഗമോ പറയാണ് നിങ്ങൾ ലേറ്റ് ആയി പോയല്ലോ, ഞാൻ ഇവിടെയുള്ള ബോസിനെ വരെ തീർത്തു, എന്റെ പേരിൽ ഒരു വിറ്റ്നസ് ഉണ്ടാകരുത്, അതുകൊണ്ട് നിങ്ങളും മരിക്കണം. എന്നിട്ട് അവൻ നേരെ പോയി ഷിന്നിന്റെ ബേക്ക് നിൽക്കുവാണ്. എന്നിട്ട് അവന്റെ കഴുത്തിൽ കത്തി കുത്തുന്നു. ആ കത്തിയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. എല്ലാരും ഇങ്ങനെ പേടിച്ചിരിക്കുന്ന കണ്ടിട്ട് നഗമോ ചിരിക്കുവാണ്. എന്നിട്ട് അവരെല്ലാരും കളിയാക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഷിന്നും ലൂവും പിന്നെ അവനെ അടിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ഇനി നഗമോ പറയുകയാണ് കുറച്ച് നാളായിട്ട് കുറച്ച് ഹിറ്റ്മാൻമാരെ എല്ലാരും ഇങ്ങനെ കൊന്നോണ്ടിരിക്കുവാണ്. ഓർഡറിന് ഒരു മിഷനിൽ അയച്ചേക്കുവാണ് ഇതിനെ പറ്റിയുള്ള സംഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രശ്നത്തിനും ശേഷം ഒരു ചിഹ്നം മാത്രം ഉണ്ടാവും, അതാണ് എക്സ്. ഇത് കേട്ടിട്ട് ഷിന്ന് ഞെട്ടിപ്പോവാണ്. ഒരാൾക്ക് അങ്ങനെ ഇത്രയും പേരെ കൊല്ലാൻ വേണ്ടി പറ്റുക? അപ്പൊ ലൂ പറയാണ് ദ ഓർഡേഴ്സ്. ഇതിനെ പറ്റിയിട്ട് ആ സിൽവർ മുടിയുള്ളവനും പറയുന്നുണ്ടായിരുന്നല്ലോ, ഇതെന്താ സംഭവം? അതിന് നാഗമ്മ പറയാണ് ഇതൊരു സ്പെഷ്യൽ ടീമാണ് ജെന്റെ. ഇവര് നേരിട്ട് ജെ ആയിട്ട് ബന്ധപ്പെടുന്നവരാണ്. ഇവര് വളരെയധികം അപകടകാരികളായിരിക്കും. ഇത് കേട്ടിട്ട് ഷിന്ന ഷോക്കായി പോവാണ്, കാരണം ഇതിനെ പറ്റിയിട്ട് അവനൊന്നും അറിയില്ലായിരുന്നു. നാഗമ്മ സക്കമോട്ടോ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാണ്. ലൂവും ഷിന്നും പറയാണ് ഞങ്ങളിപ്പോ ഹിറ്റ്മാൻ ഒന്നും അല്ല, അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ലല്ലോ. നാഗമ്മ പറയാണ് സക്കമോട്ടോന്റെ ബൗണ്ടി പോസ്റ്റർ ഇറങ്ങിയ മുതലാണ് ഇങ്ങനെയുള്ള പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മളൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളെ കാണിക്കുവാണ്. അയാളാണ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ ചോര ഉണ്ടായിരുന്നു. അയാൾ പറയാണ് ഈ എക്സ് പ്രോപ്പർ ആയിട്ടുള്ളതല്ല. ഇനി അവർ സ്റ്റോറാണ് കാണിക്കുന്നത്. അവിടെ ഓരോരോ ഹിറ്റ്മാൻ വന്നിട്ട് അവര് ഭീഷണിപ്പെടുത്തുവാണ്. അയോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അവൾക്ക് ഇപ്പോൾ ടെൻഷൻ ആയിരിക്കുവാണ്. ഹാനയാണെങ്കിൽ എല്ലാവർക്കും ബാൻഡേജിൽ ഒട്ടിച്ചു കൊടുക്കുവാണ്. സക്കമോട്ടോ നഗമോന് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. നീ ബോളിന്റെ കൂടെ സമാസമ ഫൈറ്റ് ചെയ്തെങ്കിൽ നീ വീക്ക് ആയിരിക്കുവാണ്. ആ 5 വർഷം നിന്നെ വല്ലാണ്ട് ബാധിച്ചിരിക്കുവാണ് സക്കമോട്ടോ പറയാണ് നമ്മളെ എനിമി എപ്പോഴാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ട് നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, സ്ട്രോങ് ആവുക. ഇത് കേട്ടിട്ട് ഷിന്നിന് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് അവന്റെ മെന്റൽ ട്രെയിനിങ് തുടങ്ങുവാണ്. അവന്റെ കസ്റ്റമേഴ്സിന് എല്ലാ സാധനങ്ങളും നേരത്തെ എടുത്തു കൊടുക്കുവാണ്. സക്കമോട്ടോനെ അവളുടെ മോളെ എടുത്തിട്ട് സൈക്ലിംഗ് ചെയ്യുവാണ്. ലൂ ആണെങ്കിൽ അവളുടെ ജ്യൂസ് കുടിക്കുന്ന ട്രെയിനിങ്ങും ചെയ്യുവാണ്. കസ്റ്റമർ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ലൂ ഒരു കുപ്പിയെടുത്ത് അവന്റെ തലക്കെട്ട് അടിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അയോയും ഞെട്ടിപ്പോകുന്നു. അത് ശരിക്കും ഒരു ഹിറ്റ്മാൻ ആയിരുന്നു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇത്ര എപ്പിസോഡ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം എനിക്ക് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.